ഇത് ഞാൻ ചിരട്ട കൊണ്ട് പണിത വയലിനാണ്. എന്ന് നോക്കി സുഹൃത്തുക്കളെ, നമ്മളൊരു വയലിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ എല്ലാ കമ്പികളുടെയും മറ്റുള്ള കണക്കുകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ സന്തോഷേട്ടാ? നമ്മളെ കയ്യിലിരിക്കുന്നതാണ് അയ്യപ്പന്റെ വിഗ്രഹം അല്ലേ? അതെ അതെ. ഏത് നോക്കിയ സുഹൃത്തുക്കളെ, എന്തൊരു പെർഫെക്ഷൻ ആണ്. അപ്പൊ നമ്മളെ ഗണപതിയുടെ വിഗ്രഹമാണ് ഈ കാണുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത് എപ്പോഴാ നമ്മൾ മനസ്സിലാക്കിയത്? എനിക്കൊരു മേലായിക്ക് വന്ന് കടന്നു കിടപ്പായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു തോന്നലിന് ചുമ്മാ ഒരു ചട്ട എടുത്ത് ഒരു കപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കിയതാണ്. അന്നേരം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എല്ലാരും വിളിച്ചു കാണിക്കുമായിരുന്നു. പിന്നെ പണിത് വന്നപ്പോഴത്തേന് ആരും വിളിച്ചാൽ പോലും ദിക്കിയല്ലാത്ത ഇതായി, നമ്മളെ കണ്ട് കളിയാക്കുന്ന പോലെ. എന്നാലും ഞാനത് പിന്നോട്ട് പോയില്ല. നമ്മൾ ചുമ്മാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ ചെയ്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടതൊക്കെയാണ് നമ്മളെ സന്തോഷേട്ടൻ. അദ്ദേഹം ഇത് പഠിക്കാൻ പോയിട്ടില്ല, അതുപോലെ തന്നെ ആരും ഇതിനൊരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം സ്വയം ഇരുന്ന് ഉണ്ടാക്കി തുടങ്ങി അല്ലേ? ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ അധികം വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണം വെച്ചെങ്കിൽ സന്തോഷേട്ടൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക, സന്തോഷേട്ടൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിക്ചറായിട്ട് അയച്ചു കൊടുക്കും.